ഹൃദയം കൊണ്ടുള്ള ചോദ്യമാണ്. ഒരുപാട് പ്രശ്നങ്ങളുടെ നടുക്കടലിലുള്ള ഒരു പാവം മനുഷ്യനെയാണ് പരിചയപ്പെടുത്താനുള്ളത്. എൻ്റെ കൂടെയുള്ളത് ഷംസുദ്ദീനൊക്കെയാണ് കേട്ടോ. അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരം കല്ലറ പാങ്ങോട് ഭാഗത്താണുള്ളത്. പാങ്ങോട് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? കൊച്ചാനക്കല്ലുവിള എന്ന് പറയുന്ന ഒരു ഇച്ചിരി ഉൾഗ്രാമത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തപ്പെടാൻ ഒരു ഇച്ചിരി താമസമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം വിശദമായിട്ട് തന്നെ നിങ്ങൾ കേൾക്കണം. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് മലദ്വാരത്തിന് ക്യാൻസർ ബാധിച്ചതുകൊണ്ട് മലദ്വാരത്തിൻ്റെ ഭാഗം റിമൂവ് ചെയ്യുകയും വയറിലൂടെ നിലവിലിപ്പോൾ മോഷൻ പോകുന്ന ഒരവസ്ഥയാണ് നിലവിലിപ്പോൾ ഉള്ളത്. കണ്ടോ? അതിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഈ ബാഗിന് 650 രൂപ വിലയാണ്. ഇത് ആഴ്ചയിൽ ഒരിക്കൽ വീതം നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട്. എല്ലാ ആഴ്ചയിലും ഒരിക്കൽ RCCയിൽ പോയിട്ട് അത് വയറിൽ ഇൻഫെക്ഷൻ വരുന്നുണ്ടോ, ക്ലീൻ ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കുകയും വേണം. എല്ലാം കൂടി ഒരു 10,000 രൂപ ഒരാഴ്ചയിൽ ചികിത്സയ്ക്ക് ചിലവും കീമോയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഒരു മാസത്തിൽ 40,000 രൂപ അതിന് മാത്രം ചിലവാണ്. പറഞ്ഞ പോലെ വീട്ടിൽ ഒരു പാവം ഇത്തത്തുണ്ട്. എന്ത് ചെയ്യണമെന്നറിയില്ല. അദ്ദേഹം പ്രവാസിയായിരുന്നു. ദുബായിൽ കുറച്ച് ആൾ അലൈൻ ആ ഭാഗത്ത് ഒരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഒരാൾ പറ്റിക്കുകയും കൂടെ ചെയ്തു. ആ 3 മാസത്തെ ശമ്പളം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അവിടം കണ്ടു എന്നല്ലാണ്ട് വേറൊരു ഗുണമില്ല. ടിക്കറ്റിൻ്റെ പൈസ ഉൾപ്പെടെ കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കൂടെ മകളെ കെട്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ വീട് വെച്ചതുമായിട്ട്, ഇവരുടെ ആദ്യത്തെ വീട് എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. ഈ വീട്ടിൽ നിന്ന് ഇവരൊരു മോശമല്ലാത്ത അവസ്ഥയിലേക്കുള്ളൊരു കുഞ്ഞു വീട്, ഒരു 6 ലക്ഷം രൂപയുടെ ഒരു കുഞ്ഞു വീട് വെച്ചപ്പോൾ അതിനകത്ത് കടം വന്നു. സ്വാഭാവികമായിട്ടും ജപ്തിക്ക് വന്ന് കിടക്കുകയാണ്. ഈ 30-ാം തീയതിക്കകത്ത് പൈസ അടച്ചില്ലെങ്കിൽ, ഒരിക്കൽ കൂടി ഈ 30-ാം തീയതിക്കകം കാശ് അടച്ചില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് വയ്യാത്ത ഈ മനുഷ്യൻ ഇറങ്ങേണ്ടി വരും. ഇറങ്ങിയാൽ എവിടെ പോകണമെന്ന് അറിയത്തില്ല. അത് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഹൈജീനിറ്റി എന്ന് പറയുന്നൊരു വലിയ വിഷയം കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വന്തമായിട്ടൊരു ടോയ്ലറ്റിൻ്റെ ആവശ്യമുണ്ട്. അതിനുള്ള ഓപ്ഷനും ഇവർക്കില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവാസി സുഹൃത്തിന് ഹൃദയം കൊണ്ട് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ആദ്യം വേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കുള്ള തുക സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ടൊരു ടോയ്ലറ്റ് ഈ വീട്ടിൽ തന്നെ നമുക്കിത് ജപ്തിയിൽ നിന്ന് തിരികെ പിടിക്കാനായാൽ ഇവിടെ നമുക്കൊരു ചെറിയ ടോയ്ലറ്റ് സംഘടിപ്പിച്ച് കൊടുക്കാൻ പറ്റും. 3 ഈ പറഞ്ഞ പോലെ ഒരു 10 ലക്ഷം രൂപയോളം ആകെ കടമുണ്ട്. 10 ലക്ഷത്തിന് അകത്താണോ അത് പുറത്തുണ്ടോ? എത്ര ലക്ഷം രൂപ കടമുണ്ട്? 13 ലക്ഷം രൂപ കടമുണ്ട്. 13 ലക്ഷം രൂപ. ആ നിൽക്കുന്ന ഒരൊറ്റ ആളുടെ മനക്കരുത്തിലാണ് ഇത് മുഴുവൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ ഇത്തതാ? ഇപ്പൊ എങ്ങനെ പോകുന്നു ജീവിതത്തിന്റെ അവസ്ഥ? ഇപ്പൊ എങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥയാണ്. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഈ വീടൊന്ന് തിരിച്ചു പിടിച്ചു കൊടുക്കണം. വളരെ അടിയന്തരമായി 4 ലക്ഷം രൂപ ഈ വരുന്ന 30-ാം തീയതിക്കകത്ത് അടച്ചാൽ മാത്രമാണ് നമുക്ക് ഈ വീട് തിരികെ പിടിക്കാനാവുക, അല്ലേ? ഇനി നമുക്ക് ഈ അസുഖത്തിന്റെ അവസ്ഥകളൊന്നും അവർക്ക് പറഞ്ഞു കൊടുത്തേ. എനിക്ക് ആദ്യമായിട്ട് വയറൊരു വേദനയായിരുന്നു. പിന്നെ വയറ് വേദന വന്ന് പിന്നെ ഭക്ഷണം കഴിപ്പില്ലായിരുന്നു. പിന്നെ ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആശുപത്രിയിൽ പോയി. ബെഞ്ഞാറമൂട് ഗോകുലം ഹോസ്പിറ്റലാണ് ഈ അസുഖം കണ്ടുപിടിച്ചത്. അതിനുവേണ്ടി ഗോകുലത്തിൽ തന്നെ എനിക്ക് 50,000 രൂപ പുറത്തായി. പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. പിന്നെ അവിടെ നേരെ ഈ മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ ഇവർ ഇതിനകം തന്നെ ഒരുപാട് പൈസ പലിശക്കെടുത്തും കടം മറിച്ചുമൊക്കെ ചികിത്സിച്ചതിൻ്റെ ഡോക്യുമെന്റ്സ് ആകട്ടോ ഇത് മുഴുവൻ. ഇത്രയും മാത്രം ഈ മനുഷ്യൻ കഴിഞ്ഞു പോയ കുറേയേറെ നാളുകളായിട്ട് അനുഭവിക്കുന്ന ഒന്നാണ്. ദയവായി സഹായിക്കണം. ഈ പറഞ്ഞ പോലെ ഹൃദയം കൊണ്ട് തന്നെ സഹായിക്കേണ്ടതുണ്ട്. കൈകൂപ്പി നിങ്ങളോട് ചോദിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കാര്യമാണ്. നമുക്ക് ഇദ്ദേഹത്തിനെ തിരികെ പിടിക്കാനാകും. ഈ കുടുംബത്തിനെ, ഈ വീടിനെ നമുക്ക് തിരിച്ചെടുത്ത് കൊടുക്കാനാകും. ദയവായി ഇത് ഹൃദയത്തിലുണ്ടാകണം. ഈ വരുന്ന 30-ാം തീയതിക്കകത്ത് കഴിയുന്നതിൻ്റെ പരമാവധി എത്ര വേണമെങ്കിലും മാർച്ച് 30-ാം തീയതിക്കകത്ത് എത്രയാണ് നിങ്ങൾ കഴിയുന്നത് എന്ന് വെച്ചാൽ അത് പരമാവധി സഹായിക്കണം എന്ന് ഹൃദയം കൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്. ചോദിക്കാൻ ഇവർക്ക് വേറെ ആരും ഇല്ല നമ്മളോട്. അതെ, ഓഫീസ് സ്വന്തക്കാരോ ആരുമില്ല. പിന്നെ ഞാൻ ഹോട്ടൽ പണിക്കാരനാണ് ആയിരുന്നു. ഇപ്പൊ ആ പണിയുമില്ല. ഇപ്പം പണിയില്ല. പണിക്ക് പോകാനും പറ്റൂല. സഹായിക്കണം. നിങ്ങളുടെ സഹായത്തിന്റെ അത്യാവശ്യമുണ്ട്. ഹൃദയം കൊണ്ട് തന്നെ നിങ്ങൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഈ പറഞ്ഞതുപോലെ കണ്ണീരുകൾ നമ്മൾ കാണേണ്ടത് തന്നെയാണ്, അല്ലേ? പിന്നെ എല്ലാം ശരിയാകട്ടെ. എത്രയും പെട്ടെന്ന് നമുക്ക് ഇദ്ദേഹത്തിനെ തിരികെ പിടിക്കാനാകട്ടെ. എന്നാൽ പിന്നെ അങ്ങനെ പ്രകാശം പരകട്ടെ.